ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെനസ്ഡേ സീസൺ 2 7ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ പുതിയൊരു ക്യാരക്ടറായിട്ടുള്ള ടൈലറിന്റെ അമ്മയായ ഫ്രാങ്കോയിസ് കഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാര്യം അവൾ തന്റെ മകനായിട്ടുള്ള ടൈലറിനെയും കൂട്ടിയിട്ട് ദൂരത്തേക്ക് പോകാന്ന് മോർട്ടീഷ്യയ്ക്ക് വാക്ക് കൊടുത്തെങ്കിലും അവൾ ആ ഒരു വാക്ക് പാലിക്കുമെന്ന് ഇന്നത്തെ എപ്പിസോഡ് കൂടെ നമുക്ക് കാണാം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ വെനസ്ഡേയുടെ പുതിയ സ്പിരിറ്റ് ഗൈഡ് ആയിട്ടുള്ള പ്രിൻസിപ്പൽ വീംസ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് തലേ ദിവസം എനിഡിനെ എന്തോ ഭാഗ്യം കൊണ്ട് അവൾക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചെങ്കിലും ഇപ്പോഴും വെനസ്ഡേയുടെ ആ ഒരു പ്രിമോണിഷൻ മാറിയിട്ടില്ലെന്നും പിന്നീട് എപ്പോ വേണമെങ്കിലും കൊല്ലപ്പെടാമെന്നും ഒരു സ്പിരിറ്റ് ഗൈഡ് ഇപ്പോൾ വെനസ്ഡേനെ വാൺ ചെയ്യുന്നുണ്ട്. ഇത് കേട്ടിട്ട് തനിക്ക് എങ്ങനെയെങ്കിലും തന്റെ സൈക്കിക് എബിലിറ്റി തിരിച്ചു കിട്ടണമെന്നും എന്നാൽ മാത്രം എന്നിഡിനെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഇപ്പൊ വെനസ്ഡേ വീംസിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ശരിക്കും ഈ സൈക്കിക് ആയിട്ടുള്ള എബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി ഇമോഷൻസിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒന്നാണെന്നും അവൾ അതിനെ ഓവറായിട്ട് യൂസ് ചെയ്തതുകൊണ്ട് മാത്രമല്ല ഒപ്പം തന്നെ വെനസ്ഡേക്കും അവളുടെ അമ്മയ്ക്കും ഇടയിലുള്ള ആ ഒരു ബോണ്ട് വളരെ വീക്ക് ആയതുകൊണ്ടാണ് അവളുടെ സൈക്കിക് ആയിട്ടുള്ള ഒരു എബിലിറ്റി നഷ്ടപ്പെട്ടു പോയതെന്നും അതുകൊണ്ട് നീ ആദ്യം ചെയ്യേണ്ടത് നിന്റെ അമ്മയായിട്ടുള്ള മോർട്ടീഷ്യയായിട്ട് സംസാരിച്ച് നല്ല ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണെന്നും അവളുടെ ക്യാരക്ടറിന് കുറച്ചൊക്കെ എമ്പതി കൊണ്ടുവരണമെന്നും വീംസ് ഇപ്പോൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും വെനസ്ഡേയുടെ ആ ഒരു ക്യാരക്ടർ വെച്ച് അതൊന്നും തന്നെ കേൾക്കാനായിട്ട് അവൾ തയ്യാറായില്ല. അങ്ങനെ അതിനുശേഷം അവളിപ്പോ നേരെ വർഷങ്ങളായിട്ട് നെവർമോറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫസറായ ഉർലോഫിനെ കാണാനായിട്ട് ചെന്നിട്ട് ടൈലറിന്റെ അമ്മയായ ഫ്രാങ്കോയിസിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇത് കേൾക്കുന്ന പ്രൊഫസർ ഫ്രാങ്കോയിസ് അവിടുത്തെ ഒരു പാവം സ്റ്റുഡന്റ് ആയിരുന്നെന്നും പക്ഷെ അവൾക്കൊരു ഐസക് എന്ന പേരായ ഒരു ബ്രദർ ഉണ്ടായിരുന്നെന്നും അവൻ വളരെ ജീനിയസ് ആയിരുന്നെന്നും അവനാണ് തനിക്ക് വേണ്ടി തന്റെ ലൈഫ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന ഈ ഒരു ജാറ് തന്നെ ഉണ്ടാക്കി തന്നേന്നൊക്കെ പ്രൊഫസർ പറയുന്നുണ്ട്. മാത്രമല്ല സീസൺ 1 നമ്മുടെ വില്ലൻ ആയിട്ടുള്ള ടോൺഹേർട്ടിന്റെ ഒരു സ്റ്റുഡന്റ് കൂടിയായിരുന്നു ഐസക് എന്നും ടോൺഹേർട്ട് ആകട്ടെ ഈ ഔട്ട്കാസ്റ്റുകളൊക്കെ എതിർക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്റേതായിട്ടുള്ള പുതിയ ടെക്നിക്കുകളൊക്കെ കണ്ടുപിടിച്ച് പുതിയ ഇൻവെൻഷൻസ് ഒക്കെ നടത്തി വന്നിരുന്ന ഒരു ജീനിയസ് ആണ് ഐസക് എന്നും പക്ഷെ പെട്ടെന്നൊരു ദിവസം അവര് രണ്ടുപേരും തമ്മിൽ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റില് അവനെ കാണാതാവുകയും തുടർന്ന് കുറെ പേരൊക്കെ അവൻ മരിച്ചുവെന്നും മറ്റു ചിലര് അവനെ ഒരു സ്കൾട്ടറിയുടെ താഴെ കുഴിച്ചിട്ടു എന്നും പറയപ്പെടുന്നുണ്ടെന്നൊക്കെ പ്രൊഫസർ പറയുമ്പോഴാണ് ശരിക്കും ഈ ഐസക് എന്ന് പറയുന്നത് പക്സ്ലി പെറ്റായിട്ട് വളർത്തിക്കൊണ്ടിരുന്ന ആ ഒരു സോംബിയാണെന്ന് വെനസ്ഡേക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ വേഗം തന്നെ വെനസ്ഡേ ഇപ്പോൾ ആഗനസിനെ കൂട്ടി പക്സ്ലിയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവനെ നിന്ന് അവൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ആ സോംബിയെ കണ്ടത് സെലിബ്രേഷൻസിന്റെ ഇടയിലാണെന്നും അന്ന് അവന്റെ കയ്യിൽ നിന്ന് വീണു പോയതെന്ന് പറഞ്ഞ് അവനിപ്പോ ഫ്രാങ്കോയിസിന്റെ ഒരു ഫോട്ടോ വെനസ്ഡേനെ കാണിക്കുമ്പോൾ ഇപ്പൊ ഐസക് പോയിരിക്കുന്നത് സ്വന്തം ചേച്ചിയായിട്ടുള്ള ഒരു ഹൈഡ് കൂടി ആയിട്ടുള്ള ഫ്രാങ്കോയിസിന്റെ അടുത്തേക്കാണെന്നും അവിടെ തന്നെ അവളുടെ ശത്രുവായിട്ടുള്ള ടൈലറും ഉണ്ടാവുമെന്നും വെനസ്ഡേക്ക് മനസ്സിലാകുന്നുണ്ട്. എത്രയൊക്കെ അവർ തിരിച്ചു വരില്ലെന്ന് പറഞ്ഞാലും വെനസ്ഡേ കണ്ടിരുന്ന ആ ഒരു പ്രിമോണിഷൻ ഇപ്പോഴും മാറാത്തോണ്ട് അവർ തിരിച്ചു വന്ന് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെനസ്ഡേ അവരെ അന്വേഷിച്ചു പോവാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ഇതേ നേരം ടൈലറിന്റെ പുതിയ മാസ്റ്റർ ആയിട്ടുള്ള അവന്റെ തന്നെ അമ്മയായിട്ടുള്ള ഫ്രാങ്കോയിസ് ഇപ്പോൾ അവനെ നന്നായിട്ട് കെയർ ചെയ്ത് അവന്റെ കാര്യങ്ങളൊക്കെ നോക്കി അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അവനൊരു ഹൈഡ് ആയതുകൊണ്ട് അവളിപ്പോ അവനെ കാലിൽ കെട്ടിയിട്ടിരിക്കുന്ന കാണുമ്പോൾ അത് കാണുന്ന ടൈലറിന് ദേഷ്യം വന്ന് അവൻ ദേഷ്യപ്പെടുമ്പോൾ ഫ്രാങ്കോയിസ് തിരിച്ചവൻ അടിച്ചുകൊണ്ട് അവന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. ഇതേ നേരം തന്നെ എനിഡിപ്പോ എന്തുകൊണ്ടാണ് ഫുൾ മൂൺ അല്ലാഞ്ഞിട്ട് പോലും താൻ ഒരു വേർവോൾഫായിട്ട് മാറിയത് എന്നൊക്കെ ആലോചിച്ച് അവളുടെ ബോയ് ഫ്രണ്ടായ ബ്രേവോ ആയിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ അവിടേക്ക് മിസ്സായിട്ടുള്ള കാപ്രി വന്നിട്ട് ഇന്നലെ ഫുൾ മൂൺ അല്ലാഞ്ഞിട്ട് പോലും നീ വേർവോൾഫ് ആയത് താൻ കണ്ടുവെന്നും അതങ്ങനെ സാധാരണ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ലെന്നും നീ ചിലപ്പോൾ ഈ വേർവോൾഫിൽ തന്നെ ഏറ്റവും വലിയ സുപ്പീരിയർ ആയിട്ടുള്ള ആൽഫ കാറ്റഗറിയിൽ വരുന്ന പ്രത്യേകതരം വേർവോൾഫ് ആയിരിക്കും. പക്ഷെ അവരത്രയും വലിയ ശക്തരൊക്കെ ആയതുകൊണ്ട് തന്നെ നീ ആൽഫയാണെങ്കിൽ അതിനനുസരിച്ച് നീ നിന്റെ ബോഡിയെ നന്നായി കെയർ ചെയ്യേണ്ടി വരുമെന്നും മര്യാദയ്ക്ക് മാനേജ് ചെയ്തില്ലെങ്കിൽ ഇത് ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെന്നും അവളിപ്പോൾ പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ വെനസ്ഡേക്ക് എങ്ങനെയെങ്കിലും അവളുടെ സൈക്കിക് ആയിട്ടുള്ള ഒരു എബിലിറ്റി തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ അവളുടെ ഗ്രാൻഡ് മദറിനെ കാണാൻ പോകുമ്പോൾ നെവർമോറിൽ പണ്ട് റോസലിൻ എന്ന് പറഞ്ഞ ഒരു പ്രൊഫസർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നും അവിടെ തന്നെ അടുത്തായിട്ടുള്ള അവളുടെ കല്ലറ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കല്ലറയുടെ പുറത്ത് കുറെ ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കുന്നു. അത് വായിച്ച് ധ്യാനിക്കുകയാണെങ്കിൽ നിനക്ക് റൊസലിനെ നേരിട്ട് കാണാൻ പറ്റുന്നു. അവള് വളരെ കുറച്ചു നേരത്തേക്ക് മാത്രം ടെമ്പററി ആയിട്ട് നിന്റെ ആ ഒരു പവർ നിനക്ക് തരുമെന്നും വെനസ്ഡേയുടെ മുത്തശ്ശി ഇപ്പോൾ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ടിട്ട് ടെമ്പററി ആണെങ്കിലും എന്റെ പവർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സൈക്കിക് എബിലിറ്റിയിലൂടെ കാര്യങ്ങൾ കാണാലോ എന്ന ഉദ്ദേശത്തോടു കൂടി ആ രാത്രി തന്നെ വെനസ്ഡേ റൊസലിന്റെ കല്ലറ വിസിറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ ഇതേ നേരം തന്നെ അവളുടെ റൂമിലുണ്ടായിരുന്ന എനിഡ് അങ്ങനെ പോകുന്നതിൽ നിന്ന് അവളെ വിലക്കുന്നുണ്ട്. കാരണം അന്നത്തെ ദിവസം നെവർമോറിൽ ഒരു കർഫ്യൂ ഉണ്ടായിരുന്നതുകൊണ്ട്
അതുകൊണ്ട് ആരോടും പുറത്തിറങ്ങരുതെന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി വരുന്ന ഗാലയ്ക്ക് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ലെന്നും ഒരു ഓർഡർ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവളെങ്ങാനും പോയി കഴിഞ്ഞാൽ താനും പെടൂലോ, തനിക്ക് ഗാലയ്ക്ക് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി എന്നിട്ടിപ്പോ വെനസ്ഡേ ആയിട്ട് ചെറിയൊരു ഫൈറ്റിലാകുന്നുണ്ടെങ്കിലും വെനസ്ഡേ ഇപ്പോൾ അതൊന്നും തന്നെ ശ്രദ്ധിക്കാണ്ട് അവളുടെ കാര്യം നോക്കി നേരെ റോസലിന്റെ കല്ലറയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് അവൾ ആ ഒരു ഇൻസ്ക്രിപ്ഷൻ വായിച്ച് മുത്തശ്ശി പറഞ്ഞതുപോലെ തന്നെ റോസലിനെ കാണുന്നുണ്ട്. അവള് റോസലിന്റെ അടുത്ത് തനിക്ക് തന്റെ സൈക്കിക് പവർ ടെമ്പററി ആയിട്ട് വേണമെന്നും അത് ഉപയോഗിച്ച് മാത്രം തനിക്ക് ടൈലറിനെയും അവന്റെ അമ്മയും ആ ഒരു സോംബിനെയും ഒക്കെ കണ്ടുപിടിച്ച് അവരുടെ അറ്റാക്ക് പ്രിവെന്റ് ചെയ്ത് എന്നെ രക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ അവൾ പറയുമ്പോൾ റോസലിനാകട്ടെ അവിടെ കാണുന്ന ഒരു ഫ്ലെയിമിലേക്ക് കൈവയ്ക്കാനായിട്ട് പറഞ്ഞിട്ട് അത് നീ ചെയ്യുകയാണെങ്കിൽ നിന്റെ സൈക്കിക് എബിലിറ്റി ടെമ്പററി ആയിട്ട് നിനക്ക് കിട്ടുമെന്നും, പക്ഷെ നിനക്ക് വേണ്ട കാര്യം നീ കണ്ടുപിടിക്കുന്നത് വരെ, അതായത് നിന്റെ എബിലിറ്റി നീ യൂസ് ചെയ്ത് തീരുന്നവരെ ആ ഒരു കൈയ്യ് നീ എടുത്ത് മാറ്റരുതെന്നും, അങ്ങനെ എങ്ങാനും മാറ്റാണെങ്കിൽ ഇത് നെഗറ്റീവ് റിസൾട്ട് ആവുമെന്നും 8ന്റെ പണി കിട്ടുമെന്നും റോസലിൻ വെനസ്ഡേനെ വാൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവൾ ഫ്ലെയിമിലേക്ക് കൈവയ്ക്കുമ്പോൾ കുറച്ചു നേരത്തേക്ക് ഉള്ള ഒരു എബിലിറ്റി വന്ന് അവളിപ്പോൾ ഹൈഡായി മാറുന്ന ടൈലറിനെയും നിലവിളിക്കുന്ന അവന്റെ അമ്മേനെയും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ഇതേ നേരത്തെ തന്നെ വെനസ്ഡേനെ എങ്ങാനും മിസ് പിടിച്ചു കഴിഞ്ഞാൽ എന്റെ കാര്യം നടക്കില്ലെന്ന് മനസ്സിലാക്കി എന്നിട്ടിപ്പോൾ നേരെ അവിടേക്ക് വന്ന് വെനസ്ഡേനെ പിടിച്ചു വലിക്കുമ്പോൾ അവളുടെ ആ ഒരു ഫ്ലെയിം കട്ടാവുകയും അതിലൂടെ തന്നെ നേരത്തെ റോസലിൻ പറഞ്ഞതുപോലെ ഒരു നെഗറ്റീവ് എഫക്റ്റ് വന്നിട്ട് ഇപ്പൊ രണ്ടുപേരും അവിടെ ബോധം കെട്ടി വീഴുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ കണ്ണ് തുറക്കുമ്പോഴാണ് റോസലിൻ പറഞ്ഞതുപോലെ ഒരു 16ന്റെ പണി തന്നെ അവർക്ക് കിട്ടിയിരിക്കുന്നത് അവർ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ വെനസ്ഡേയുടെയും എനിഡിന്റെയും ബോഡീസ് പരസ്പരം സ്വാപ്പ് ആയിരിക്കുകയാണ്. വളരെ കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇഷ്ടപ്പെടുന്ന എനിഡിപ്പോ വെനസ്ഡേയുടെ വളരെ കോൾഡ് ആയിട്ടുള്ള ബ്ലാക്ക് ബോഡിയിൽ പെട്ടുപോകുമ്പോൾ കളർഫുളിനോട് അലർജറ്റിക് ആയിട്ടുള്ള വെനസ്ഡേ ആകട്ടെ എനിഡിന്റെ വളരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കളർഫുൾ ആയിട്ടുള്ള ബോഡിയിലും പെട്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ട് രണ്ടുപേരും ഷോക്ക്ഡ് ആയെങ്കിലും ഇതിനെങ്ങനെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിഡിന്റെ ബോഡിയിലുള്ള വെനസ്ഡേ ഇപ്പോൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് റോസലിന്റെ ആ ഒരു കല്ലറയുടെ അടുത്തേക്ക് പോയിട്ട് ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. ഇതേ നേരം തന്നെ വെനസ്ഡേയുടെ ബോഡിയിലുള്ള എനിഡാകട്ടെ അവളുടെ കോമൺ ആയിട്ടുള്ള എല്ലാവരോടും വളരെ കമ്പനി ആയിട്ട് എക്സ്ട്രോവേർട്ട് കണക്കിന് പെരുമാറുന്ന അവളുടെ ക്യാരക്ടർ മാക്സിമം അടക്കി പിടിച്ച് വെനസ്ഡേനെ പോലെ അഭിനയിക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഇത്തിരി വിയേർഡായിട്ട് എല്ലാവരും ഇവൾക്ക് എന്ത് പറ്റിയെന്ന് വിചാരിക്കുന്നുണ്ട്. ഈവൻ ആഗ്നസിന് പോലും വെനസ്ഡേനെ കണ്ടിട്ട് അത് എനിഡെന്ന് അറിയാണ്ട് വെനസ്ഡേക്ക് പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല അങ്ങനെ വെക്കുന്ന എനിഡിനെ ഇപ്പൊ വെനസ്ഡേ ആണെന്ന് തെറ്റിദ്ധരിച്ച് വെനസ്ഡേയുടെ അമ്മയായിട്ടുള്ള മോർട്ടീഷ്യ വന്നിട്ട് രാത്രി അവർക്ക് ഒരുമിച്ചുള്ള ഫാമിലി ഡിന്നർ ഉണ്ടെന്നും അതുകൊണ്ട് അത് മിസ് ചെയ്യാണ്ട് എന്തായാലും വരണമെന്നും അവളുടെ അടുത്ത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന എനിഡ് ശരിക്കും പെട്ടുപോകുന്നുണ്ട്. കാരണം അവളെ സംബന്ധിച്ച് ഒരു സെക്കൻഡ് പോലും ഈ വെനസ്ഡേ ആയിട്ട് ആക്ട് ചെയ്യാന്നുള്ളത് അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ടാസ്ക് തന്നെയായിരുന്നു. ഇതേ നേരം വെനസ്ഡേ ആകട്ടെ ഇപ്പോൾ റോസലിന്റെ കല്ലറയുടെ അവിടെ വന്ന് വീണ്ടും ആ ഒരു ഇൻസ്ക്രിപ്ഷൻ വായിക്കുന്ന സമയത്ത് അവളുടെ സ്പിരിറ്റ് ഗൈഡ് ആയിട്ടുള്ള വീംസ് തന്നെ അങ്ങോട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതിൽ റോസലിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും, പക്ഷെ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് തിരുത്തി നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ബോഡിയിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ നാളെ മോർണിംഗ് ആകുമ്പോഴത്തേക്കും നിങ്ങൾ രണ്ടുപേരും മരിച്ചു പോകുന്നു. മേ ബി അങ്ങനെയായിരിക്കാം എന്നിട്ട് മരിക്കുന്ന നിന്റെ പ്രീമോണിഷൻ നടക്കാന്ന് വീംസ് പറയുമ്പോഴാണ് ഇത് എത്രമാത്രം സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് വെനസ്ഡേക്ക് മനസ്സിലാകുന്നത്. ഇതേ നേരത്ത് ഐസക് എന്ന ആ ഒരു സോംബി മനുഷ്യൻ ഇപ്പൊ ഫുള്ളി റീജനറേറ്റ് ആയിട്ട് നേരെ നമ്മുടെ ടൈലറിന്റെ വീടിന് സൈഡിലായിട്ടുള്ള ഒരു ബേസ്മെന്റിലോട്ട് ചെല്ലുന്നുണ്ട്. കാരണം അവിടെയായിരുന്നു ടൈലറും അവന്റെ അമ്മയും ഒളിച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം മരിച്ചുപോയെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ബ്രദറും സിസ്റ്ററും ആയിട്ടുള്ള ഐസക്കും ടൈലറിന്റെ അമ്മയും കണ്ടുമുട്ടി അവർ പരസ്പരം ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവർ ടൈലറിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ 3 പേരായിട്ട് സംസാരിച്ചിരിക്കെ തന്നെ ടൈലറിന്റെ അമ്മയായ ഫ്രാങ്കോയിസിന് പെട്ടെന്നൊരു ചുമ വന്ന് അവളിപ്പോ ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ടൈലർ ചോദിക്കുമ്പോൾ അത് ഈ ഹൈഡുകളുടെ ഒരു പ്രത്യേക കണ്ടീഷൻ ആണെന്നും ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇങ്ങനെ ഒരു അസുഖം വന്ന് മരിക്കേണ്ടി വരുമെന്നും തന്റെ എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇത്ര നാള് തന്നെ താൻ ജീവിച്ചെന്നൊക്കെ അവള് പറയുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുന്ന അവളുടെ ബ്രദർ ആയിട്ടുള്ള ഐസക് ആകട്ടെ താൻ പണ്ട് മുതലേ വളരെ ജീനിയസ് ആയിട്ട് നടത്തിയിട്ടുള്ള ഓരോ ഇൻവെൻഷൻസും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയെങ്കിലും തന്റെ ചേച്ചിയായിട്ടുള്ള ഹൈഡായി മാറുന്ന ഫ്രാങ്കോയിസിനെ നേരെ ആക്കണമെന്നും അവളുടെ ഒരു ഹൈഡിന്റെ എബിലിറ്റി എടുത്തു കളഞ്ഞിട്ടാണെങ്കിൽ പോലും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വിമൺ ആക്കിയിട്ട് അവളെ ജീവിപ്പിക്കണമെന്നും അങ്ങനെ അവളെ രക്ഷിക്കണമെന്നും എന്നൊക്കെ അവനിപ്പോ പറയുന്നുണ്ട്. അങ്ങനെ അവന്റെ ഒരു ഡ്രീം നടത്തിക്കാനായിട്ട് അവൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇൻവെൻഷൻ ഇപ്പോ സൈക്കാട്രിക് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണെന്നും അതുകൊണ്ട് അവിടേക്ക് പോയി അത് കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കാനായിട്ട് അവർ 3 പേരും തീരുമാനിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ വെനസ്ഡേയുടെ ബോഡിയിൽ പെട്ടുപോയിട്ടുള്ള എന്നിട്ട് ഇപ്പൊ വെനസ്ഡേയുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവളുടെ ഒരു നോവല് കണ്ട് വെറുതെ അതൊന്ന് വായിച്ചു നോക്കാന്ന് വിചാരിക്കുമ്പോൾ അതിലാകട്ടെ എനിഡിനെ പറ്റിയിട്ട് വെനസ്ഡേ ആകട്ടെ ഇത്തിരി ഓവറായിട്ടുള്ള ക്യാരക്ടർ ഉള്ള കുട്ടിയായിട്ടുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നതെന്ന് കാണുമ്പോൾ അത് കണ്ട് തന്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കൂടെ നടന്ന വെനസ്ഡേക്ക് തന്നെ പറ്റി ഇങ്ങനെയൊക്കെയാണ് തോന്നിയത് എന്നാലോചിച്ച് ദേഷ്യം വരുമ്പോൾ എനിഡിപ്പോ വെനസ്ഡേക്ക് ഇട്ട് നല്ലൊരു പണി കൊടുക്കാനായിട്ട് എനിഡിന് ഇഷ്ടമുള്ള പോലെയുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ വെനസ്ഡേയുടെ ബോഡിയിൽ ഇട്ടിട്ട് നേരെ നെവർമോറിന്റെ ഫ്രണ്ടിലേക്ക് ചെന്ന്
പെട്ടെന്ന് അവിടെ വലിയൊരു ഡാൻസ് പെർഫോമൻസ് തന്നെ അവൾ നടത്തുന്നുണ്ട്. പക്ഷെ കാണുന്നവരെല്ലാവരും ഇത് വെനസ്ഡേ തന്നെയാണെന്ന് വിചാരിച്ച് വെനസ്ഡേക്ക് എന്ത് പറ്റി പെട്ടെന്ന് അവൾക്ക് വട്ടായി പോയെന്ന് വരെ അവർ വിചാരിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ എനിഡിന്റെ ബോഡിയിലുണ്ടായിരുന്ന വെനസ്ഡേ ഈ കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചെത്തുമ്പോൾ അത് കണ്ട് ദേഷ്യം വന്ന് വെനസ്ഡേ ഇപ്പോൾ എനിഡിന്റെ ബോഡി വെച്ചിട്ട് നേരെ അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ബ്രേവോനെ ചെന്ന് കാണുമ്പോൾ ബ്രേവോ ആക്കട്ടെ വേറൊരു ഗേൾ ഫ്രണ്ട് ആയിട്ട് സംസാരിക്കുന്ന കണ്ടിട്ട് ആ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെ ബ്രേവോ ആയിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പരസ്പരം ഇപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിനൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ആഗ്നസ് വെനസ്ഡേ കാണാനായിട്ട് വരുമ്പോൾ ശരിക്കും ഇരിക്കുന്നത് എനിഡാണെന്ന് മനസ്സിലാക്കാണ്ട് ആഗ്നസ് ഇപ്പോൾ വെനസ്ഡേ ആയിട്ട് ഇരിക്കുന്ന എനിഡിന്റെ അടുത്ത് ചെന്നിട്ട് എനിഡിനെ പറ്റി തന്നെ കുറെ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് അവൾ ബ്രേവോ ആയിട്ട് ബ്രേക്കപ്പ് ആയെന്നും അവൾ വളരെ സൈക്കോ ആണെന്നും പിന്നെ എന്തിനാണ് ഇവളെ പോലെ ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രിമോണിഷൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ അവളെ സേവ് ചെയ്യാനായിട്ട് നടക്കുന്നതെന്നൊക്കെ അവളിപ്പോൾ വെനസ്ഡേയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ശരിക്കും ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന എനിഡ് ആകെ തന്നെ ഞെട്ടിപ്പോകുന്നുണ്ട്. ശരിക്കും ഇപ്പോഴാണ് വെനസ്ഡേക്ക് ഇങ്ങനെ തന്റെ മരണം പ്രീമോണിഷനായിട്ട് കണ്ട കാര്യവും അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ തന്നെ ഓവർ പ്രൊട്ടക്റ്റീവായിട്ട് നടക്കുന്ന കാര്യം ഒക്കെ എനിഡിന് മനസ്സിലാകുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവൾ ബ്രേവുമായിട്ട് തന്നെ ബ്രേക്കപ്പ് ആക്കി എന്ന് പറയുന്നത് ഒട്ടും തന്നെ സഹിക്കാണ്ട് ആ കലി കയറി നിൽക്കുന്ന എനിഡ് ഇപ്പൊ ആ ദേഷ്യം ഫുള്ളും ആഗ്നസിന്റെ മേൽ തന്നെ തീർത്ത് അത് കേട്ട് വെനസ്ഡേ തന്നെ ചീത്ത പറഞ്ഞു എന്ന് കരുതി തെറ്റിദ്ധരിച്ച് വിഷമമായി ആഗ്നസ് നേരെ ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം വെനസ്ഡേയുടെ രൂപത്തിലുള്ള എനിഡ് ഇപ്പോൾ മോർട്ടീഷ്യ വിളിച്ചതുപോലെ ഫാമിലി ഡിന്നറിന് ചെല്ലുന്ന സമയത്ത് മോർട്ടീഷ്യയ്ക്ക് അവളുടെ ഒപ്പം ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ വീംസിന്റെ പ്രസൻസ് കിട്ടുകയും അവളെ കണ്ടുപിടിച്ച് സംസാരിക്കുമ്പോഴാണ് വെനസ്ഡേയുടെ പുതിയ സ്പിരിറ്റ് ഗൈഡ് വീംസ് ആണെന്നും മാത്രമല്ല അവളുടെ മുത്തശ്ശി പറഞ്ഞതനുസരിച്ച് അവൾ റോസലിന്റെ കല്ലറയ്ക്ക് പോയിട്ട് അവളുടെയും എനിഡിന്റെയും ബോഡീസ് ഒക്കെ പരസ്പരം സ്വാപ്പ് ആയ കാര്യമൊക്കെ ഇപ്പൊ മോർട്ടീഷ്യ അറിയുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ ഇപ്പോൾ സോംബി ആയിട്ടുള്ള ഐസക് ഇപ്പോൾ എങ്ങനെയൊക്കെയോ നെവർമോറിലേക്ക് കയറിയിട്ട് അവന്റെ തന്നെ ഒരു പഴയ ഫ്രണ്ടും പ്രൊഫസറും ആയിട്ടുള്ള ഒർലോഫിനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ആദ്യം അവർ തമ്മിൽ മയത്തിലൊക്കെ ഒന്ന് സംസാരിച്ചെങ്കിലും പിന്നീട് ഇപ്പോൾ വന്നതിന്റെ ആ ഒരു ഉദ്ദേശം ഒർലോഫിന് മനസ്സിലാകുന്നുണ്ട്. കാരണം ഐസക് അവന്റെ ഒരു ഇൻവെൻഷനിലൂടെയാണ് ഒർലോഫിനെ ആ ഒരു ജാറിൽ മാത്രമായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ തന്റെ സിസ്റ്റർക്ക് ഇത് വളരെയധികം ആവശ്യഘട്ടമാണെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ നേരെ തന്നെ ഒർലോഫിന്റെ അടുത്ത് വന്ന് ആ ഒരു ഇൻവെൻഷൻ എടുക്കുമ്പോൾ അതോടുകൂടി ഒർലോഫിന്റെ കഥ കഴിയുന്നുണ്ടെന്ന് മാത്രമല്ല ഇപ്പൊ അവന്റെ ഒരു സോംബി ഇൻസ്റ്റിങ് ഒക്കെ വന്നിട്ട് അവൻ ആ ഒരു സ്പോട്ടിൽ തന്നെ ഒർലോഫിനെ പിടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അവിടേക്ക് വന്നുകൊണ്ടിരുന്ന ആഗ്നസ് കാണുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ട് അവൾ ആദ്യം പേടിച്ച് ഒന്ന് ഒച്ച വെച്ചെങ്കിലും പിന്നീട് അവളുടെ പവർ ഉപയോഗിച്ച് അവൾ ഇൻവിസിബിൾ ആയിട്ട് പോയതുകൊണ്ട് അവൾ അവിടെ വന്ന കാര്യമൊന്നും സോംബി ആയിട്ടുള്ള ഐസക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് ഐസക് ഇപ്പോൾ ആ ഒരു ഇൻവെൻഷൻ എടുത്തിട്ട് നേരെ ടൈലറും അവന്റെ അമ്മയും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കാറിലേക്ക് കയറുന്നുണ്ട്. പക്ഷെ ആക്ച്വലി അവൻ അറിയാണ്ട് അവന്റെ പുറകിലായിട്ട് ഇൻവിസിബിൾ ആയി വന്ന ആഗ്നസ് ആ ഒരു കാറിന്റെ ഡിക്കിയിൽ കയറി ഇരിപ്പുണ്ടായിരുന്നു. അവളുടെ അപ്പുറത്ത് തന്നെ മരിച്ചു കിടക്കുന്ന ജൂഡിയുടെ ആ ഒരു ബോഡിയും നമ്മളെ കാണിക്കുന്നുണ്ട്. സോ കഴിഞ്ഞ എപ്പിസോഡിൽ ഐസക് ജൂഡിയുടെ അടുത്ത് പോകുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഐസക് തന്നെയാണ് ജൂഡിയെ കൊന്ന് ഇപ്പൊ കാറിലിട്ടെന്നുള്ള കാര്യം ഇപ്പൊ ഉറപ്പാണ്. ഇതേ ടൈമിൽ ആ ഒരു കാറിലിരുന്ന് ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന ആഗ്നസ് ഇപ്പോൾ ഈ നടന്ന കാര്യങ്ങളും എല്ലാം തന്നെ നേരെ വെനസ്ഡേനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. അത്രയല്ല അവളിപ്പോൾ അവളുടെ ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്ന സമയത്ത് അവരുടെ കാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സൈക്യാട്രിക് ഹോസ്പിറ്റലിലേക്കാണെന്നും അവിടെ എത്തിയതിനു ശേഷം ഐസക് അവൻ തന്നെ പണ്ട് ഉണ്ടാക്കി വെച്ച ആ ഒരു ഇൻവെൻഷൻ യൂസ് ചെയ്തിട്ട് വയ്യാത്ത ഇപ്പൊ വേണമെങ്കിലും മരിച്ചു പോകാവുന്ന അവന്റെ സിസ്റ്ററിനെ പ്രൊട്ടക്ട് ചെയ്യാണെന്നും മനസ്സിലാക്കുന്ന വെനസ്ഡേ വേഗം തന്നെ എനിഡിനെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പുറപ്പെടുന്നുണ്ട്. ഇതേ ടൈമിൽ ഹൈഡ് ആയിട്ടുള്ള ടൈലർ ഇപ്പോൾ കൈയോടെ ആഗ്നസിനെ പിടിക്കുകയും അവളെ അവിടെ ഒരു കേജിൽ പൂട്ടിയിടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ കൃത്യസമയത്ത് തന്നെ അവിടേക്ക് എത്തുന്ന വെനസ്ഡേയും എനിഡും കൂടിയിട്ട് അവന്റെ ശ്രദ്ധയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ പെട്ടെന്ന് എനിഡിന്റെ ആ ഒരു ബോഡിക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച് അവളിപ്പോൾ ഒരു വേർവോൾഫായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതേ ഒരു ഗ്യാപ്പിന് തന്നെ ആഗ്നസ് ഇപ്പോൾ ആ ഒരു ഇൻവെൻഷന്റെ ഒരുപാട് സ്വിച്ചുകളൊക്കെ ഓൺ ഓഫ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ സർക്യൂട്ടൊക്കെ ആകെ ഡാമേജ് ആയിട്ട് ഒരു ഇൻവെൻഷന് ഒരുപാട് കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ വേർവോൾഫായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന എനിഡും ടൈലറും തമ്മിൽ ചെറിയൊരു ഫൈറ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിലും പെട്ടെന്നുള്ള ഒരു ഇലക്ട്രിക് സർക്യൂട്ടൊക്കെ കാരണം കൊണ്ട് അവിടെ ഒരു എക്സ്പ്ലോഷൻ നടക്കാമെന്നതുകൊണ്ട് അവരെല്ലാവരും ഇവ ഫൈറ്റൊക്കെ മാറ്റി വെച്ചിട്ട് വേഗം തന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട്. ഇതിനിടയിൽ ഐസക് അവന്റെ സിസ്റ്ററിനെയും എടുത്തിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് എത്തുന്ന അവരിപ്പോ നേരെ തന്നെ റോസലിന്റെ ആ ഒരു കളറയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഈ ഒരു കേഴ്സ് മാറ്റാനായിട്ട് അവർ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു വെച്ചാൽ അവർ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നതായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് അവർ രണ്ടുപേരും അവരുടെ മനസ്സൊക്കെ തുറന്ന് പരസ്പരം സീക്രട്ട് ഒന്നും ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആ ഒരു ഇൻസ്ക്രിപ്ഷൻ വായിക്കുന്നതിലൂടെ നേരം വെളുക്കും മുമ്പ് തന്നെ അവരിപ്പോ വീണ്ടും ബോധം കെട്ട് വീണ് വീണ്ടും അവരുടെ ബോഡീസ് തമ്മിൽ സ്വാപ്പായിട്ട് അവരവരുടെ ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു രൂപത്തിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ പിന്നീട് കണ്ണ് തുറക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും അവരുടെ ബോഡി കിട്ടിയതിന്റെ സന്തോഷവും
ഹാപ്പിനെസ് ഒക്കെ അവരുടെ മുഖത്തും ഉണ്ടായിരുന്നു. എന്നാൽ ഇതേ നേരം തന്നെ ഇപ്പോൾ വെനസ്ഡേയുടെ സ്പിരിറ്റ് ഗൈഡ് ആയിട്ടുള്ള വീംസ് അവിടേക്ക് വന്നിട്ട് അവളെ മറ്റൊരു പ്രീമൊണിഷനിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അതിൽ സാധാരണ അവൾ കണ്ടുകൊണ്ടിരുന്നത് പോലെ ഇനി എനിഡിന്റെ മരണമല്ല സംഭവിക്കാൻ പോകുന്നതെന്നും പകരം അവരുടെ ആദംസ് ഫാമിലിയിലുള്ള ആരോ ആണ് ഇനി മരിക്കാനായിട്ട് പോകുന്നതെന്നും ഉള്ള ഒരു പ്രീമൊണിഷൻ കൂടി അവൾക്ക് കിട്ടുന്നുണ്ട്. സോ അങ്ങനെ ഈ ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് നാളെ വീണ്ടും കാണാം. Till then, take care and bye bye.